എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. കഷ്ടം, അമേരിക്കൻ ജനതയ്ക്ക് ഇങ്ങനെയുള്ളൊരു ഗതികേട് ചരിത്രത്തിലുണ്ടാകുമെന്നാരും കരുതിയിരുന്നില്ല. അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. മുൻ ടൈമിൽ ആദ്യം ഒരു ടൈമിൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റ് ആയപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഒരുവിധം നേരായ രീതിയിലൊക്കെ ഭരണം നടത്തി. എന്നാൽ ഈ സെക്കൻഡ് ടൈം വന്നപ്പോൾ ട്രംപ് ആകെ മാറി ഒരു മുച്ചൂട്ട് കളിക്കാരൻ്റെ വേഷമാണ് ഇപ്പോൾ കിട്ടുന്നത്. ഒന്നുമില്ല, ലാഭം കൊയ്യുക, അത് മാത്രമേ ഉള്ളൂ. മറ്റുള്ള ജനങ്ങളെയോ രാഷ്ട്രങ്ങളെയോ അവരെ ഒന്നും കാണുക, അതിൽ കണക്കിലെടുക്കുക, സ്വന്തം ഇഷ്ടം അങ്ങ് കൂട്ടി ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭീകരവാദികളെ സൃഷ്ടിക്കുന്ന, ഭീകരവാദം നടത്തുന്ന, ഭീകരവാദം പല രാജ്യങ്ങളിലും കയറ്റി അയക്കപ്പെടുന്ന ഏറ്റവും മോശമായ ഒരു രാഷ്ട്രം. ആ രാഷ്ട്രത്തിൽ ഒരു പട്ടാളക്കാരൻ്റെ അർഹത പോലും ഇല്ലാതെ പട്ടാള വേഷം ധരിച്ച് ഫീൽഡ് മാർഷൽ എന്നുള്ള വേഷം കെട്ടി നടക്കുന്ന ഒരു മുനീറിനെ 2 തവണ അമേരിക്കയ്ക്ക് വിളിച്ച് ഇന്ത്യക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ പാകിസ്ഥാനല്ല യുദ്ധപ്രഖ്യാപനം നടത്തിയത്. 100% ഈ പ്രഖ്യാപനം നടത്തിയത് ഡൊണാൾഡ് ട്രംപ്. അത് തുറന്നൊരു സത്യമാണ്. കാരണം അല്ലെങ്കിൽ നേരിട്ട് യുദ്ധപ്രഖ്യാപനം നടത്തുമായിരുന്നു. ഇപ്പോൾ എന്താ നടത്തിയത്? യുദ്ധപ്രഖ്യാപനം ഒരു ടാക്സ് ഇനത്തിൽ ഇന്ത്യയോട് യുദ്ധം പ്രഖ്യാപിച്ചു. എന്നാൽ ഇന്ത്യ ഒന്നും ട്രംപിനെ പോയി തൊഴാനൊന്നും പോയില്ല. ട്രംപ് എന്താണെന്ന് വെച്ചാൽ ട്രംപ് നടത്തട്ടെ, കുഴപ്പമില്ലത്. ഇന്ത്യ അതിനെ അതിജീവിക്കും, അതിനുള്ള തൻ്റെയിടും കരുത്തുമുണ്ട്. കാരണം ഈ ട്രംപ് എന്നുള്ള കഥാപാത്രം ഓരോ ദിവസം ചെല്ലുന്തോറും ബുദ്ധിക്കെന്തോ സാരമായ കുഴപ്പങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഏറ്റവും വലിയ സുഹൃത്ത് രാജ്യവുമായ വർഷങ്ങളാട് സുഹൃത്ത് ബന്ധത്തിൽ ഉണ്ടായ ഇന്ത്യയാണ് ഇപ്പോൾ നിമിഷം കൊണ്ട് ഒക്കെ മറന്ന് ഇന്ത്യയെ ഒന്നുമല്ലാത്ത രീതിയിലാക്കി കളയാം എന്ന് കരുതിയത്. കാരണം 50% ടാക്സ് ഏർപ്പെടുത്തിയാൽ ഇന്ത്യ കാൽക്കൽ വീണും, ട്രംപിൻ്റെ കാൽക്കൽ വീണും വേണ്ടത് ചെയ്യാം എന്തൊക്കെയാണെന്ന്. അത് ഇന്ത്യ അനങ്ങാതിരുന്നപ്പോൾ യാതൊരു ഗതിയുമില്ലാതെ അതിൽ നിന്ന് പട്ടിണിയായിട്ട് നടക്കുന്ന ആ ഒരു ഫീൽഡ് മാർഷൽ എന്ന് വെച്ചാൽ ആ പട്ടാള നേതാവിനെ പാകിസ്ഥാനിൽ വിളിച്ച് ഈ ബൃഹത്തായ രാജ്യത്തിൻ്റെ മണ്ണിൽ വച്ച് ഇന്ത്യക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയ ഗതികേട് ഓർക്കുമ്പോൾ ശരിക്കു പറഞ്ഞാൽ അമേരിക്കൻ ജനത തലതാഴ്ത്തണം. അമേരിക്ക ഇതുവരെ ഭരിച്ചിരുന്ന പ്രസിഡന്റുമാർ ഒരിക്കലും ഇങ്ങനൊരു വില കുറഞ്ഞ ഒരു പ്രവൃത്തി ചെയ്തിരുന്നില്ല. എന്തിനാണ് ഇങ്ങനെ ഇത്ര നാണം കെട്ട് ഏർപ്പാടിൽ ഈ പാകിസ്ഥാനിലെ ആ ഭീകരവാദിയെ വിളിച്ച് അവിടെ ഇരുത്തി ഈ പ്രദർശനം കാണിക്കേണ്ടത്? ഉള്ള പേര് വരെ അമേരിക്കൻസിനെയാണ് ഞെട്ടിച്ചത്. ഇത് അമേരിക്കൻസിന് ഒരിക്കലും ഈ നാണക്കേട് താങ്ങുന്നതിന് അപ്പുറമാണ്. എന്ത് തന്നെയായിരുന്നാലും ഇതിന് വലിയ വില ട്രംപ് കൊടുക്കുക തന്നെ ചെയ്യും. വലിയ വില കൊടുക്കേണ്ടി വരും, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഇപ്പോൾ ട്രംപിൻ്റെ ഏറ്റവും വലിയ പ്രധാന ലക്ഷ്യം മക്കളുടെ പേരിലുള്ള ഈ പല ക്രിപ്റ്റോ കറൻസിയും മറ്റ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും വിപുലീകരിക്കുക. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജ്യം ഒരു പ്രശ്നമല്ല. അതായത് ഏറ്റവും വലിയൊരു, ശരിക്കും പറഞ്ഞാൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര രാഷ്ട്രം എന്ന് യഥാർത്ഥത്തിൽ പറയേണ്ടത് പാകിസ്ഥാനെ അല്ല. ആ ഭീകര രാഷ്ട്രം എന്ന് പറയുന്നത് ഇപ്പോൾ അമേരിക്കയാണ്. കാരണം അമേരിക്കയാണ് ഒരു ഭീകരവാദിയെ ആ രാജ്യത്ത് വരുത്തി ഇന്ത്യക്ക് എതിരെ ഗർജിക്കുന്നത്. ഈ ലോകത്ത് അങ്ങനെയുള്ള സംവിധാനം ഏർപ്പെടുത്തിയ രാജ്യമല്ലേ യഥാർത്ഥ ഭീകരരാഷ്ട്രമെന്ന് പറയേണ്ടത്? അതാണിപ്പോൾ സംഭവിച്ചത്. അതുകൊണ്ട് അമേരിക്കൻ ജനത അവരെ ഓർത്ത് നമ്മൾ ദുഃഖിക്കേ വഴിയുള്ളൂ. ഇപ്പോൾ ഇന്ത്യയെ ചൊടിപ്പിച്ച് ഇന്ത്യക്ക് 50% ടാക്സ് ഏർപ്പെടുത്തുന്നതിന് ഇന്ത്യക്ക് ഒന്നും ആകില്ല. ഇന്ത്യ ഇതൊക്കെ ഈ ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇന്ത്യ ഇന്ന് ഈ ലെവലിലെത്തിയിരിക്കുന്നത്. എന്തായാലും
സർവനാശത്തിന്, ഈ ഡൊണാൾഡ് ട്രംപ് മൂലം അമേരിക്കൻ ജനതയെ സർവനാശത്തിലേക്ക് വലിച്ചിഴയ്ക്കുമെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് കാണപ്പെടുന്നു. ഇനി ഇതിന് ഒരു പ്രതിവിധി എപ്പോൾ ഉണ്ടാകുമെന്ന് ആർക്കും അറിയാൻ സാധിക്കില്ല. ഒന്നാമത് ഈ ഡൊണാൾഡ് ട്രംപ് ഓൾറെഡി ഈസ് എ വെരി ഓൾഡ് ഫെലോ. എപ്പോഴും ഓരോ സമയത്തായിട്ട് മൈൻഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്ത് എന്ത് പ്രവചിക്കുമെന്ന് ആർക്കും അറിയത്തുമില്ല. ഇത് ആ ഗവൺമെൻറ്റിൻ്റെ ഗതികേടാണ്. ഇതിനെന്തെങ്കിലും പ്രതിവിധി ഉടൻ അമേരിക്കൻ ജനത ഉണ്ടായില്ലെങ്കിൽ അമേരിക്കയെ ഭീകരരാഷ്ട്രമല്ലെങ്കിലും അമേരിക്കയെ മറ്റുള്ള രാഷ്ട്രങ്ങളുടെ മുന്നിൽ ഭീകര രാഷ്ട്രമാക്കി ഈ ട്രംപ് വാർത്തെടുക്കും. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു രീതിയിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഒരിക്കലും ഇറാനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം ഇറാനെക്കാളും പൈശാചികമായ സംവിധാനങ്ങളാണ് ഇന്ന് ഈ ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാൻ തീവ്രവാദികളെ വെച്ച് ഇന്ത്യക്കെതിരായിട്ട് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഏതൊരു രീതിയിലാണ് ഇറാൻ തീവ്രവാദി എന്ന് പറയുന്നത്? ഇറാൻ തീവ്ര രാജ്യമായിട്ട് ഡൊണാൾഡ് ട്രംപിന് പറയാൻ പറ്റില്ല. അതിന് അർഹതയില്ല. കാരണം ഡൊണാൾഡ് ട്രംപാണ് ഇപ്പോൾ ഭീകരവാദിയുമായിട്ട് നടക്കുന്നത്. എന്ത് പറഞ്ഞാലും മുനീറിനെ അങ്ങോട്ട് വരുത്തുക, മുനീറിനെ കൊണ്ട് ഓരോ പ്രഖ്യാപനങ്ങൾ നടത്തുക. ഡൊണാൾഡ് ട്രംപിൻ്റെ വളരെ മോശമായൊരു സമയമാണ്. പ്ലീസ്, നിങ്ങൾക്ക് വിരമിക്കാൻ നേരമായി. നിങ്ങൾ സാധിച്ചാൽ വിരമിക്കുക. അമേരിക്കൻ ജനതയെ മറ്റുള്ള രാഷ്ട്രങ്ങളുടെ മുന്നിൽ നാണം കെടുത്താതിരിക്കുക. ഇത് മാത്രമേ പറയാനുള്ളൂ. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.